ഹായ്, ഐ എം പവിത്രൻ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വിഷയമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നായി വന്നിരിക്കുന്നത്. എംപ്ലോയി ഇൻഷുറൻസ് സ്കീം നിങ്ങളിൽ പലരും കേട്ടിരിക്കും. എന്താണ് എംപ്ലോയി ഇൻഷുറൻസ് സ്കീം? നമുക്ക് വളരെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഏതൊരു സ്ഥാപനത്തിൻ്റെയും പുരോഗതിക്ക് മികച്ച തൊഴിലാളികൾ അനിവാര്യമാണ്. സ്കിൽഡ് വർക്കേഴ്സ്, അവരെ നിലനിർത്തേണ്ട ബാധ്യത ആ ബിസിനസ് സ്ഥാപനത്തിനുണ്ട്. അതിനായി ശമ്പളത്തിന് പുറമെ പല ആനുകൂല്യങ്ങളും തൊഴിലുടമ നൽകി. അത്തരത്തിലുള്ള ഒരു ആനുകൂല്യമാണ് എംപ്ലോയി സ്കീമിലൂടെ നൽകുന്നത്. നമുക്കത് വിശദമായി പരിശോധിക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിനോടൊപ്പം 25ഓളം വീഡിയോകൾ എൻ്റെ ചാനലിൽ ഉണ്ട്. ഓരോ വീഡിയോയും നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. നിങ്ങൾ തീർച്ചയായും കാണുമെന്ന പ്രതീക്ഷയിൽ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. എംപ്ലോയി ഇൻഷുറൻസ് സ്കീം, അതിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ ആനുകൂല്യങ്ങൾ, അത് ആർക്കൊക്കെ കൊടുക്കാം, അതിൻ്റെ നിബന്ധനകൾ തുടങ്ങിയ വിശദമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആർക്കൊക്കെ ഈ സ്കീം നൽകാൻ സാധിക്കും? ഒരു വ്യക്തി നടത്തുന്ന സ്ഥാപനത്തിന് നൽകാം, പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിന് നൽകാം, കമ്പനികൾക്ക് നൽകാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പോലെയുള്ള ലയൺസ് ക്ലബ്ബ്, റോട്ടറി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും നൽകാൻ സാധിക്കും. കഴിഞ്ഞ 3 വർഷം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിരിക്കണം. അതുപോലെ തന്നെ 5-ൽ അധികം തൊഴിലാളികളുള്ള സ്ഥാപനമായിരിക്കണം. ഈ 2 നിബന്ധനകളാണ് പ്രധാനമായും പാലിക്കേണ്ടത്. ഒന്ന്, കഴിഞ്ഞ 3 സാമ്പത്തിക വർഷം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കണം. രണ്ടാമത്, 5-ഓ അതിലധികമോ തൊഴിലാളികൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. തൊഴിലാളികൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ആ സ്ഥാപനത്തിൽ ആ തൊഴിലാളിക്ക് 51% താഴെ ഷെയർ ഹോൾഡിങ്ങേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ തൊഴിലാളിയുടെ ഫാമിലിക്ക് 71% താഴെയുള്ള ഷെയർ ഹോൾഡിങ്ങേ പാടുള്ളൂ. ഇവിടെ ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ ഭാര്യ, ഭർത്താവ്, അതുപോലെ മൈനറായുള്ള കുട്ടികൾ. ഇത്തരം യോഗ്യതയുള്ള എല്ലാ തൊഴിലാളികൾക്കും എംപ്ലോയി ഇൻഷുറൻസ് സ്കീം നൽകാം. അതൊരു വ്യക്തിക്ക് നൽകാം, വേണമെങ്കിൽ ഒന്നിലധികം വ്യക്തിക്ക് നൽകാം, മുഴുവൻ വ്യക്തികൾക്കും നൽകാം. അത് സ്ഥാപനത്തിൻ്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് പാർട്ട്നേഴ്സ് നൽകാം. നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങളായ റോട്ടറി, ലയൺസ് ക്ലബ്ബ് തുടങ്ങിയുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും നൽകാം. പക്ഷെ അത് മെമ്പർമാർക്ക് നൽകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ എംപ്ലോയി ഇൻഷുറൻസ് സ്കീം നൽകുന്നതുകൊണ്ട് തൊഴിൽ സ്ഥാപനത്തിന് എന്താണ് നേട്ടം? നമുക്കത് പരിശോധിക്കാം. ഇതുകൊണ്ട് ബിസിനസ് സ്ഥാപനത്തിന് എന്താണ് നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മികച്ച തൊഴിലാളികളെ, സ്കിൽഡായിട്ടുള്ള തൊഴിലാളികളെ ആ സ്ഥാപനത്തിൽ നിലനിർത്താൻ സാധിക്കും. ആ തൊഴിലാളിക്ക് തീർച്ചയായും ആ സ്ഥാപനത്തോട് കൂറുണ്ടാവും, കടപ്പാടുണ്ടാവും, ആത്മാർത്ഥത ഉണ്ടാവും. ഈ പ്രീമിയത്തിലേക്ക് അടക്കുന്ന മുഴുവൻ തുകയ്ക്കും കമ്പനിക്ക്
നികുതി ഇളവ് ലഭിക്കുന്നുണ്ട്. ഈ അടക്കുന്ന പ്രീമിയം കമ്പനിയുടെ ചെലവായിട്ടാണ് കണക്കാക്കുന്നത്. ആദായ നികുതി സെക്ഷൻ 37(1) പ്രകാരമാണ് ഈ ഇളവ് ലഭിക്കുന്നത്. അതുകൊണ്ട് സ്ഥാപനത്തിന് നേട്ടമാണ്. തൊഴിലാളികൾക്ക് എന്താണ് നേട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊഴിലാളിക്ക് ശമ്പളത്തിന് പുറമെ ഒരു അധിക ആനുകൂല്യമാണ് ഇവിടെ ലഭിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കുകയാണെങ്കിൽ, ഒരു തൊഴിലാളിക്ക് ആ തൊഴിലാളിയുടെ സ്ഥാപനം വർഷം തോറും 1 ലക്ഷം രൂപ ഇൻഷുറൻസ് പ്രീമിയമായിട്ട് ഈ സ്കീമിൽ അടക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു 10-20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു തുകയുടെ ഇൻഷുറൻസ് കവറേജ്, ഇൻഷുറൻസ് എമൗണ്ട് ആ തൊഴിലാളിക്ക് ലഭിക്കും. ഇവിടെ 20 ഇയേഴ്സിൻ്റെ സ്കീമിലാണ് ചേർന്നത് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് 20 ലക്ഷത്തിൻ്റെ ഒരു പോളിസിയായി. then 20 വർഷം കഴിഞ്ഞാൽ ലാഭമടക്കവും 40-50 ലക്ഷം രൂപ തൊഴിലാളിക്ക് ലഭിക്കും. ഇത് തൊഴിലാളിക്ക് ലഭിക്കുന്ന ഒരു അധിക ആനുകൂല്യമാണ്. തൊഴിൽ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നമ്മൾ എത്ര കാലം പ്രീമിയം അടക്കുന്നോ അത്രയും കാലം ആ തൊഴിലാളി അവിടെ നിലനിൽക്കും, അവിടെ വർക്ക് ചെയ്യും, അവിടെ പ്രവർത്തിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും. ഇനി ഏതെല്ലാം സ്കീമുകൾ കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഇൻഷുറൻസ് പോളിസികളും ഇൻഷുറൻസ് സ്കീമുകളും നമുക്ക് ഈ സ്കീമിൽ ഉൾപ്പെടുത്തി നൽകാം, ഇൻക്ലൂഡിങ് പെൻഷൻ സ്കീം അടക്കം. ഏത് പ്ലാൻ കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു. എത്ര തുക കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ തൊഴിലാളിയുടെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉയർന്ന ഇൻഷുറൻസ് തുക കണക്കാക്കുന്നത്. അതുപോലെ തന്നെ എത്ര വർഷത്തേക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതും തൊഴിലുടമയ്ക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ് ടു റിട്ടയർമെൻറ്റ് വരെ നൽകാം, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഈ വർഷത്തേക്ക് നൽകാം. ഇനി ഏത് രീതിയിൽ പോളിസി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 തരത്തിൽ ഈ പോളിസി കൊടുക്കാം. അത് LICയുടെ ഒരു പദ്ധതി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, എംപ്ലോയർ പ്രപ്പോസറായിട്ടും എംപ്ലോയി ലൈഫ് ഇൻഷുറൻസുമായിട്ടുള്ള സ്കീം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫോം 340 ഉപയോഗിക്കേണ്ടത്. ഇവിടെ പ്രപ്പോസർ തൊഴിലുടമയാണ്, ലൈഫ് ഇൻഷുർഡ് തൊഴിലാളിയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ തൊഴിലുടമയ്ക്ക് ഒരുപാട് കണ്ടീഷൻസ് മുന്നോട്ട് വെക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഈ തൊഴിലുടമ 5 വർഷത്തിനുള്ളിൽ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഈ പദ്ധതിയിലെ എമൗണ്ട് കമ്പനിക്ക് എടുക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ വേണം വെക്കാം. മറ്റൊരു കണ്ടീഷൻ, ഈ പോളിസി 5 വർഷത്തിനുള്ളിൽ സറണ്ടർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വേണം വെക്കാം. അതല്ലെങ്കിൽ 10 കൊല്ലത്തിനുള്ളിൽ ഈ പോളിസിയിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം വേണമെങ്കിൽ മുന്നോട്ട് വെക്കാം. അല്ലെങ്കിൽ തൊഴിലാളി ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കമ്പനിക്കായിരിക്കും എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കാം. അങ്ങനെ ഫോം 340 ഉപയോഗിച്ചിട്ട് നൽകുന്ന പോളിസിയിൽ ഇത്തരം പല കണ്ടീഷൻ തൊഴിലുടമയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കും. ഇങ്ങനെ നൽകുന്ന പോളിസി എത്രയും പെട്ടെന്ന് തൊഴിലാളിയുടെ പേരിൽ അസൈൻ ചെയ്യേണ്ടതാണ്. മറ്റൊരു തരത്തിൽ നമുക്ക് ഈ പോളിസി കൊടുക്കാം. ഫോം 300 ഉപയോഗിച്ച് ഇവിടെ തൊഴിലാളി തന്നെയാണ് പ്രപ്പോസറും ലൈഫ് ഇൻഷുർഡും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പോളിസി അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രീതിയാണ് കുറച്ചുകൂടി നല്ലത്. തൊഴിലാളിയെ സംബന്ധിച്ച് ഈ രീതിയാണ് കുറച്ചുകൂടി നല്ലത്. തൊഴിലുടമയെ സംബന്ധിച്ച് 340 ഉപയോഗിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇപ്പോൾ തൊഴിലുടമയുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു രീതി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ഇത്തരം പോളിസിയുടെ കാലാവധിക്ക് എന്താണ് സംഭവിക്കുകയെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഈ പോളിസി തൊഴിലാളിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്, തൊഴിലാളിയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും തൊഴിലാളിക്ക് തന്നെയാണ് ലഭിക്കുന്നത്. പോളിസി കാലത്തെ ഇൻഷുറൻസ് തുക, അതുവരെയുള്ള ബോണസ്, അതുവരെയുള്ള ഫൈനൽ അഡീഷണൽ ബോണസ് തൊഴിലാളിക്കാണ് ലഭിക്കുക. ഇനി തൊഴിലാളിയുടെ മരണത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, എൻ്റെ ബെനിഫിറ്റും
തൊഴിലാളിയുടെ നോമിനിക്ക് അവകാശിക്കാണ് ലഭിക്കുക. അതിൽ തൊഴിൽ സ്ഥാപനത്തിന് യാതൊരു കൺട്രോളുമില്ല. എപ്പോഴാണ് മരിക്കുന്നത് അതുവരെയുള്ള ഇൻഷുറൻസ് എമൗണ്ട്, അതുവരെയുള്ള ബോണസ്, അതുവരെയുള്ള ഫൈനൽ അഡീഷണൽ ബോണസ് ഉണ്ടെങ്കിൽ ആ തുക അവകാശിക്ക് ലഭിക്കും. ഇനി ഇത് ടാക്സ് ഇംപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ടാക്സ് ഇംപ്ലിക്കേഷൻ എന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ, തൊഴിലുടമയാണ് പ്രീമിയമായിട്ട് അടക്കുന്നത്. ആ അടക്കുന്ന പ്രീമിയത്തിന് തൊഴിൽ സ്ഥാപനത്തിന് ഇളവുകൾ ലഭിക്കുന്നുണ്ട്. അവരുടെ കമ്പനിയുടെ എക്സ്പെൻസായിട്ട് എഴുതി തള്ളാം. അത് ആ വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ ലഭിക്കുന്ന എമൗണ്ട് തൊഴിലാളികൾക്ക് പാരിതോഷികമായിട്ടാണ് നൽകുന്നത്. ആദായ നികുതി 192 പ്രകാരം പാരിതോഷികമായിട്ടെന്ന് കണക്കാക്കാം. അങ്ങനെ പാരിതോഷികമായിട്ട് നൽകുമ്പോൾ പാരിതോഷികത്തിന് ഇൻകം ടാക്സ് കൊടുക്കണം. അത് തൊഴിലാളിക്ക് വേണം കൊടുക്കാം, അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിന് നൽകാം. അതിന് പുറമെ ഇങ്ങനെ ലഭിക്കുന്ന എമൗണ്ട് തൊഴിലാളിക്ക് ടാക്സ് റിബേറ്റിന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സെക്ഷൻ 80C പ്രകാരമുള്ള ആനുകൂല്യം തൊഴിലാളിക്ക് കിട്ടും. ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ, ഒരു തൊഴിൽ സ്ഥാപനം ഒരു തൊഴിലാളിക്ക് എംപ്ലോയി സ്കീമിൽ ഓരോ വർഷവും 1 ലക്ഷം രൂപ പ്രീമിയമായി നൽകുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ തൊഴിലാളിക്ക് ലഭിക്കുന്നത് 1 ലക്ഷം രൂപയുടെ പാരിതോഷികമാണ്. ആ പാരിതോഷികത്തിന് തൊഴിലുടമയോ തൊഴിലാളിയോ ടാക്സ് കൊടുക്കണം. ഇങ്ങനെ ലഭിക്കുന്ന 1 ലക്ഷം രൂപ സെക്ഷൻ 80C പ്രകാരമുള്ള ഇളവിന് തൊഴിലാളിക്ക് അർഹതയുണ്ട്. ഇപ്പോൾ 30% ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 1 ലക്ഷത്തിന് 30% 30,000 രൂപ ലാഭിക്കാം. 20% ടാക്സ് കൊടുക്കുന്ന വ്യക്തിക്കാണെങ്കിൽ 20,000 രൂപയുടെ ലാഭമുണ്ട്. 5% ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ 5,000 രൂപയുടെ ലാഭമുണ്ട്. ഇൻകം ടാക്സിൽ നിന്ന് ലാഭമുണ്ട് എന്നർത്ഥം. ഇപ്പം രണ്ട് ഗ്രൂപ്പിനും ഇത് പരസ്പര പൂരകമാണ്, ലാഭമാണ്. തൊഴിലാളിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് തൊഴിലുടമ നൽകുന്നതിന് ആദായ നികുതി ഇളവ് ലഭിക്കുന്നുണ്ട്. തൊഴിലാളിയെ സംബന്ധിച്ച് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ശമ്പളത്തിന് പുറമെ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പം രണ്ടുപേരും ഹാപ്പിയാണ്. ഇനി ഇതിന് വേണ്ടുന്ന അഡീഷണൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ബോർഡ് ചേർന്ന് തീരുമാനമെടുക്കണം. അതിന് ബോർഡ് റെസൊല്യൂഷൻ വേണം. അതിൽ ഏത് തൊഴിലാളിയുടെ പേരിലാണ് എടുക്കുന്നത്, അല്ലെ എത്ര തൊഴിലാളികളുടെ പേരിലാണ് എടുക്കുന്നത്, അത്രയും തൊഴിലാളികളുടെ പേര്, ഇൻഷുറൻസ് എമൗണ്ട്, പോളിസി, ആ പോളിസിൻ്റെ ടേം, വാർഷികം അടക്കുന്ന പ്രീമിയം ഒക്കെ വ്യക്തമായി അതിൽ കാണിച്ചിരിക്കണം. അടക്കുന്ന പ്രീമിയം തൊഴിലുടമയാണ് അടക്കുന്നത് എന്നതും കാണിച്ചിരിക്കണം. അതിന് പുറമെ തൊഴിലാളിയുടെ ഫോം 16 വേണം, ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയർ പാറ്റേൺ കാണിക്കണം. അതുപോലെ എംപ്ലോയി ക്വസ്റ്റ്യനർ വേണം. അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ കോപ്പി, അതോടൊപ്പം കമ്പനിയുടെ ലാസ്റ്റ് 3 കൊല്ലത്തെ IT റിട്ടേണിൻ്റെ കോപ്പി വേണം. അതോടൊപ്പം ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റ്, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് വേണ്ടതാണ്. ഇപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കാത്ത കമ്പനി ആണെങ്കിൽ നമുക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കിട്ടിയാലും മതി. അപ്പോൾ കമ്പനി പ്രോഫിറ്റിൽ ഓടുന്ന കമ്പനിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണത്. എംപ്ലോയി ഇൻഷുറൻസ് സ്കീം വൻ വിപണന സാധ്യതയുള്ള ഒരു മേഖലയാണ്. പലർക്കും ഈ സ്കീമിനെ കുറിച്ച് അറിയില്ല, പല തൊഴിൽ സ്ഥാപനത്തിനും അറിയില്ല. അവർക്ക് വളരെ മികച്ച ഒരു ആനുകൂല്യം ലഭിക്കുന്ന ഒരു സ്കീമാണ്. അവരുടെ പ്രധാനപ്പെട്ട തൊഴിലാളികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് അവർക്കും താല്പര്യമുണ്ടാവും, തൊഴിലാളിക്കും താല്പര്യമുണ്ടാവും. അതുകൊണ്ട് മികച്ച രീതിയിൽ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.